ഫോർത്ത് സെമസ്റ്റർ എംകോം വിദ്യാർത്ഥികൾക്ക് ഇൻകം ടാക്സ് ലോ പ്രാക്ടീസ് ആൻഡ് ടാക്സ് പ്ലാനിംഗ് 2 എന്ന് പറയുന്ന പേപ്പറിൽ 2022 ചോദിച്ചിട്ടുള്ള അസസ്മെന്റ് ഓഫ് കമ്പനീസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അസസ്മെന്റ് ഓഫ് കമ്പനീസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് 2023-ലും 2024-ലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നേരത്തെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുന്നതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ ക്ലാസ് കൂടെ വാച്ച് ചെയ്യുക. നമ്മുടെ ചാനലിലൂടെ നമ്മൾ ഇൻകം ടാക്സ് ലോ പ്രാക്ടീസ് ടാക്സ് പ്ലാനിംഗ് 2 എന്ന് പറയുന്ന സബ്ജക്റ്റിലെ സിലബസ് ബേസ്ഡ് ഫുൾ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടില്ല. അങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ ഓരോ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാറുണ്ട്. അങ്ങനെ ഡിസ്കസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഓരോ വർഷവും ഇങ്ങനെ ക്ലാസ്സുകൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മളെ ടാക്സ് റേറ്റുകൾ കാര്യങ്ങളൊക്കെ മാറുന്നതുകൊണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സിലബസ് ബേസ്ഡ് അപ്ലോഡ് ചെയ്യാൻ താല്പര്യപ്പെടാത്തത്. ഓരോ ചാപ്റ്ററിന്റെയും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വെച്ചുകൊണ്ട് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പാസ്സാവേണ്ട മാർക്കുകൾ കൂടുതൽ ലഭിക്കുന്നതാണ്. അപ്പൊ പരമാവധി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ചാനലിലുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ ആളുകൾ കാണുന്നതിലൂടെയാണ് നമ്മൾ വീണ്ടും വീണ്ടും ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് താല്പര്യം വരുന്നത്, അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാകുന്നത്. ഓക്കെ, ജസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ ഡൊമസ്റ്റിക് കമ്പനി സബ്മിറ്റ്സ് ദി ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ് ഓഫ് ഇറ്റ്സ് ഇൻകം ഫോർ ദി പ്രീവിയസ് ഇയർ എൻഡിംഗ് ഓൺ March 31, 2021. Profit of business after deduction of donation to approved charitable institution 1,30,000. Donation to charitable institution by check rupees 30,000. Interest on government securities 10,000. Dividend from domestic company 60,000. Long-term capital gain 50,000. Book profit under section 115 JB rupees 8 lakh. During the financial year 2020-21, the company deposited rupees 15,000 in Industrial Development Bank in India. The company distributed a dividend of rupees 1 lakh on 6th December 2020. Compute the taxable income of the company and tax payable by it for the assessment year 2021-22. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ അസസ്മെന്റ് ഓഫ് കമ്പനീസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? ടോട്ടൽ ഇൻകം ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ടാക്സബിൾ ഇൻകം. ഓക്കെ, കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ ഇൻകം എന്ന് ഹെഡിങ് കൊടുക്കുന്നു. കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ ഇൻകം. ഓക്കെ, അപ്പൊ ഇവിടെ വരുന്ന ഹെഡുകൾ ഓരോന്നും നമ്മൾ എടുത്തിരുന്നു. ഒന്നാമത്തെ വരുന്ന ഇവിടെ ഇൻകം ഫ്രം ബിസിനസ് ആണ് വരുന്നത്. ഇൻകം ഫ്രം ബിസിനസ്സിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് പ്രോഫിറ്റ് ആഫ്റ്റർ ഡിഡക്ഷൻ ഓഫ് ഡൊണേഷൻ എന്ന് പറഞ്ഞു. ഡൊണേഷൻ കുറച്ചതിന് ശേഷമുള്ള പ്രോഫിറ്റ് ആണ് തന്നത്. ഡൊണേഷൻ എന്ന് പറയുന്നത് ബിസിനസ്സിൽ ഡിസലോഡ് ഐറ്റം ആണ്. അപ്പൊ അത് കുറയ്ക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ കുറച്ചത് കൊണ്ട് തന്നെ അതിനെ നമ്മൾ ആഡ് ചെയ്യണം. ഡിസലോഡ് ഐറ്റം ആയതുകൊണ്ട് അതിനെ നമ്മൾ ഇതിന്റെ കൂടെ ആഡ് ചെയ്യണം. അതായത് പ്രോഫിറ്റ് തന്നിരിക്കുന്നത് 1,30,000 ആണ്. ആ പ്രോഫിറ്റിന്റെ കൂടെ നമ്മൾ ആ ഡൊണേഷൻ ഡിഡക്ട് ചെയ്ത ഡൊണേഷൻ ഡിസലോഡ് ഐറ്റം ആണ്, അതിനെ നമ്മൾ ആഡ് ചെയ്യുന്നു. എത്രയാണ് ഡൊണേഷൻ ക്വസ്റ്റ്യനിൽ തന്നത്? 30,000 ആണ് തന്നത്. ആ ഡൊണേഷനെ നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് 1,60,000 എന്ന് എമൗണ്ട് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യനിൽ വരുന്ന ഹെഡ് എന്താണ്? ക്യാപിറ്റൽ ഗെയിൻ ആണ്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് തന്നിട്ടുണ്ട്. എത്രയാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന്? 50,000 ആണ് തന്നത്. ഇനി ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ് മറ്റൊരു ഹെഡ് തന്നിട്ടുള്ളത്. ഇൻകം ഫ്രം അതർ സോഴ്സ്. ഓക്കെ, ഇൻകം ഫ്രം അതർ സോഴ്സിൽ വരുന്നത് എന്താണ്? ഇൻട്രസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഇൻട്രസ്റ്റ് എത്രയാണ്? ഇൻട്രസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 10,000 ആണ്. ഇനി അതേപോലെ ഡിവിഡൻഡ് തന്നിട്ടുണ്ട്. ഡിവിഡൻഡ് തന്നിട്ടുള്ളത് എത്രയാണ്? ഡിവിഡൻഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 60,000 ആണ്. ഈ രണ്ട് ഐറ്റം ആണ് ഇൻകം ഫ്രം അതർ സോഴ്സിൽ വരുന്നത്. അതിന് ടോട്ടൽ ചെയ്തു ഔട്ടർ കോളത്തിലേക്ക് എഴുതുന്നു. ടോട്ടൽ 70,000 എന്ന് കിട്ടും. ഇനി ഇതിനെ നമ്മൾ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2,80,000 ടോട്ടൽ കിട്ടും. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ ക്വസ്റ്റ്യനിൽ ഡൊണേഷൻ ടു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നിട്ടുണ്ട്. ഈ ഡൊണേഷൻ എന്താണ്? 80G എന്ന് പറയുന്നത്. ഇത് ഗ്രോസ് ടോട്ടൽ ഇൻകം ആണ് നമുക്ക് കിട്ടിയത്. ഈ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും നമ്മൾ എന്തിനെ മൈനസ് ചെയ്യും? ഡൊണേഷനെ മൈനസ് ചെയ്യും. ഓക്കെ, ഡൊണേഷൻ അണ്ടർ സെക്ഷൻ 80G ആണ്. ഓക്കെ, 80G പ്രകാരം 50% വിത്ത് ലിമിറ്റ് ഡൊണേഷനിൽ വരുന്നതാണ് ഇവിടെ ഡൊണേഷൻ ടു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡൊണേഷൻ 30,000 ആണ് ഡൊണേഷൻ തന്നത്. ഈ 30,000 ഓർ 10% ഓഫ് GTI ആണ് നമ്മൾ എടുക്കേണ്ടത് ആദ്യം. ഓക്കെ, GTI എന്ന് പറയുന്നത് 2,80,000 ആണ് ഇവിടെ തന്നത്. പക്ഷെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ക്വസ്റ്റ്യനിൽ തന്നത് കൊണ്ട് തന്നെ അതിനെ നമ്മൾ മൈനസ് ചെയ്യണം.
ഇപ്പൊ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 2,30,000 എന്ന് കിട്ടും. ഇതിന്റെ 10% കണ്ടു കഴിഞ്ഞാൽ 23,000 എന്ന് കിട്ടും. ഓക്കെ, 23,000 കിട്ടും. അപ്പൊ ഈ 23,000ഉം 30,000ഉം കമ്പയർ ചെയ്യുന്നു. വിച്ച് എവർ ഇസ് ലെസ് എന്താണ്? 23,000 ആണ്. അപ്പൊ ഇതിന്റെ 50% ആണ് നമുക്ക് ഡിഡക്ഷൻ കിട്ടുക. ഓക്കെ, ഇതിൽ ഏതാണോ ലെസ് വരുന്നത് അതിന്റെ 50%, അതായത് 23,000ന്റെ 50% നമുക്ക് എന്ത് ചെയ്യും? ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. അതായത് ഡിഡക്ഷൻ എന്ന് പറയുന്നത് എത്ര വരും? 11,500 വരും. അതായത് ഈ 23,000ന്റെ 50% ഡിഡക്ഷൻ. ഓക്കെ അല്ലെ? അപ്പൊ ഇതിനെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 2,68,500 എന്ന് കിട്ടും. ഈ കിട്ടുന്നത് എന്താണ്? ടോട്ടൽ ഇൻകം ആണ്. ഓക്കെ, ഈ കിട്ടിയിരിക്കുന്നത് ടോട്ടൽ ഇൻകം ആണ്. അപ്പൊ ഇത് വർക്ക്ഔട്ട് ചെയ്യുന്നത് ജസ്റ്റ് ഞാൻ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനിൽ ചെയ്ത അതേ മോഡൽ ക്വസ്റ്റ്യൻ തന്നെയാണ്, കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ. അപ്പൊ ടോട്ടൽ ഇൻകം നമ്മൾ കണ്ടെത്തി. ഇനി നമ്മൾ ടാക്സ് പേബിൾ കണ്ടെത്തണം. ഓക്കെ, ഇനി നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സ് പേബിൾ എന്നും പറഞ്ഞ് ഹെഡിങ് കൊടുക്കുന്നു. കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സ് പേബിൾ. ഓക്കെ, ഇവിടെ വരുന്നത് എന്താണ്? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ നോർമൽ ടാക്സ് കാണുന്നു. ബുക്ക് പ്രോഫിറ്റിന്റെ മുകളിൽ ലാസ്റ്റ് കാണാം. നോർമൽ റേറ്റ് ഓഫ് ടാക്സ് കാണും. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് തന്നിട്ടുണ്ട്. അതിന് മുകളിൽ എത്ര വരും? 20% ടാക്സ് വരും. ഓക്കെ, ഇവിടെ 50,000 ആണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് തന്നത്. ഈ 50,000ന്റെ 20% കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 10,000 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ലോങ് ടേമിന്റെ റേറ്റ് എത്രയാണ്? റേറ്റ് ഓഫ് ടാക്സ് 20% ആണ്. ഇനി ബാലൻസ് എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതായത് നേരത്തെ നമുക്ക് കിട്ടിയിരുന്നുള്ള ഇൻകം എത്രയായിരുന്നു? നേരത്തെ കിട്ടിയ ഇൻകം 2,68,500 ആയിരുന്നു. അതിൽ നിന്ന് 50,000 മൈനസ് ചെയ്യുന്നു. ഇപ്പൊ 2,18,500 കിട്ടും. ഇതിന്റെ എത്ര റേറ്റ് ഓഫ് പെർസെന്റേജ് വരിക? 25%. ബാലൻസിന് മുകളിൽ 25% നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പൊ 54,625 എന്ന് കിട്ടും. ഇത് ടോട്ടൽ ചെയ്യുന്നു. അപ്പോൾ 64,625 എന്ന് നമുക്ക് ടോട്ടൽ കിട്ടും. ഇനി ഇതിന്റെ മുകളിൽ നമ്മൾ സർചാർജ് ഇല്ല, ഇൻകം ലിമിറ്റ് 1 crore മുകളിൽ എക്സീഡ് ചെയ്തിട്ടില്ല. അപ്പൊ ഇവിടെ എന്ത് വരും? HEC വരും. ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് എത്രയാണ്? ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് വരുന്നത് 4% ആണ്. 64,625ന്റെ 4% കണ്ടു കഴിഞ്ഞാൽ 2,585 എന്ന് കിട്ടും. ഇതിനെ നമ്മൾ ടോട്ടൽ ചെയ്യുന്നു. അപ്പൊ 67,210 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് നോർമൽ റേറ്റ് ടാക്സ് വരുന്നത്. ഇനി നമ്മൾ രണ്ടാമതായിട്ട് എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നു? ടാക്സ് ഓൺ ബുക്ക് പ്രോഫിറ്റ്. അതായത് ടാക്സ് ഓൺ ബുക്ക് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന എന്താണ്? മാറ്റ് ആണ്. മിനിമം അൾട്ടർനേറ്റീവ് ടാക്സ് എന്ന് പറയുന്ന സാധനമാണ്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ബുക്ക് പ്രോഫിറ്റ് തന്നത് എത്രയാണ്? 8 lakh ആണ് തന്നത്. ഈ 8 lakhന്റെ മുകളിൽ 15% നമ്മൾ ടാക്സ് കാണുന്നു. അതായത് 1,20,000 എന്ന് കിട്ടും. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിന്റെ മുകളിൽ എഡ്യൂക്കേഷൻ സെസ്, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ആഡ് ചെയ്യുന്നു. മറ്റ് 4% ആഡ് ചെയ്യുന്നു. 4% ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 4% ആഡ് ചെയ്യുന്നു. 4% കണ്ടു കഴിഞ്ഞാൽ എത്ര വരും? 4,800 എന്ന് കിട്ടും. അപ്പൊ 1,24,800 എന്ന് നമുക്ക് എമൗണ്ട് കിട്ടും. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോർമൽ ടാക്സ് കണ്ട് നമ്മൾ അതേപോലെ ബുക്ക് പ്രോഫിറ്റിന്റെ ടാക്സും കണ്ടു കഴിഞ്ഞാൽ ഇതിൽ ഏതാണോ ഹയസ്റ്റ് വരുന്നത് അതായിരിക്കും നമ്മൾ ടാക്സ് കൊടുക്കേണ്ടത്. അപ്പൊ ടാക്സ് പേബിൾ ഈസ് ഈക്വൽ ടു എന്താണ്? ടാക്സ് പേബിൾ ഈസ് ഈക്വൽ ടു 1,24,800 ആണ്. അപ്പൊ ഇതാണ് ടാക്സ് കൊടുക്കേണ്ടത്. അതാണ് കൂടുതൽ വരുന്നത്. എന്താണ്? മിനിമം അൾട്ടർനേറ്റീവ് ടാക്സ് അതേപോലെ തന്നെ നോർമൽ റേറ്റ് ഓഫ് ടാക്സും കണ്ടതിന് ശേഷം ഏതാണോ കൂടുതൽ ടാക്സ് വരുന്നത് അതാണ് നമ്മൾ ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഇതിനെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഇത്തരത്തിലാണ് ഇതിനെ വർക്ക്ഔട്ട് ചെയ്യുക. അപ്പൊ അസസ്മെന്റ് ഓഫ് കമ്പനീസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറെ ക്വസ്റ്റ്യൻസിനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ. എല്ലാം ജസ്റ്റ് നിങ്ങൾ കണ്ട് മനസ്സിലാക്കി വർക്ക്ഔട്ട് ചെയ്യും.